ഹലോ ബഡീസ്, ട്രാവൽ ബോയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ പ്രാവിൻ്റെയും എൻ്റെ ലോഫ്റ്റാണ് ഞാൻ കാണിച്ചത്. അത് കുറച്ച് ലെങ്തി ആയിപ്പോയി വീഡിയോ, അതിനെല്ലാവരും ക്ഷമിക്കണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഗപ്പി ഫാം ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ ആ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗപ്പിനെ തന്നത് സഞ്ജു എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ വഴിയിലാണ് നമുക്ക് നിൽക്കുന്നത്. നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകാം, അവിടുത്തെ ഗപ്പി വിശേഷങ്ങളുമായി ബാക്കി കാണാം. ഓക്കെ, സഞ്ജുവിൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ് ഗൈസ് കാണുന്നത്. ഏതോ ഒരു കാട്ടിലോട്ട് കയറിയ ഒരു ഇതുപോലെ ഉണ്ട്. നേരെ നമുക്ക് സഞ്ജുവിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ഗപ്പികളെ നമുക്ക് കാണാം. ഒരു 5-6 വെറൈറ്റീസ് അവൻ്റെ ഗപ്പികളുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും ചെന്നിട്ട് നോക്കാം. സഞ്ജുവിൻ്റെ വീട് എത്തിയിട്ടാ. സഞ്ജു വിളിച്ചിരിക്കണേടാ. സഞ്ജു വരുന്നത് നമ്മുടെ കഥാനായകൻ. ഇതാണ് നമ്മുടെ സഞ്ജു. അവൻ്റെ ഗപ്പി ഫാമാണിത്. ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കാനായിട്ട് വലിയ സെറ്റപ്പ് ഒന്നുമല്ല. എന്നാലും നമ്മളൊന്ന് വെറുതെ കാണിക്കാമെന്ന് വിചാരിച്ചു വന്നാണ്. കേരള ഒന്ന് പരിചയപ്പെടുത്തി താടാ വാടാ. ഇതാണ് സെറ്റപ്പൊക്കെ. സഞ്ജു, എന്നിട്ട് വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഓരോന്നിനായിട്ട് അങ്ങോട്ട് പരിചയപ്പെടുത്തായിട്ടൊന്നുമില്ല. എന്നാലും അതാണ് കൂടുതൽ ഇനി ദീർഘിപ്പിക്കാനല്ല. നമുക്ക് ഓരോന്നിനെ അങ്ങോട്ട് പെട്ടെന്ന് പരിചയപ്പെടുത്തി അവർക്ക് ഓരോ വെറൈറ്റീസിനെ കാണിച്ചു കൊടുക്കാം. ഇന്ത്യയിൽ എത്ര വെറൈറ്റീസ് ഗപ്പികളുണ്ട് ഇതില്? ഇപ്പോൾ ഒരു 8 വെറൈറ്റീസോളം ഉണ്ട്. 8 ഉണ്ടല്ലേ? 8 ഉണ്ട്. അപ്പൊ സോറി, ഞാൻ നേരത്തെ ഒരു 6 ഒക്കെ പറഞ്ഞത്. എന്തൊക്കെ ഉണ്ട് വെറൈറ്റീസ് ഗപ്പികള്? വൈറ്റ് എക്സിഡോ ഉണ്ട്, ഫുൾ ബ്ലാക്ക് ഉണ്ട്, മെറ്റൽ ബ്ലാക്ക് ഉണ്ട്, പിന്നെ റെഡ് ആൽവിനോ ഫുൾ റെഡ് ഉണ്ട്, പിന്നെ റെഡ് ബിഗ് ഗിയർ ഉണ്ട്, പിന്നെ ഗോൾഡ് ഫുൾ ഗോൾഡ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോന്നിനും അങ്ങോട്ട് പരിചയപ്പെടാം, അതായിരിക്കും നല്ലത്. മുമ്പ് ആകെ പറയും സാരിവാല ഗപ്പിന്ന്. ഇപ്പോൾ ഓരോന്നിന്റെ പേര് കേട്ടിട്ട് തന്നെ നെറ്റിപ്പോണത്. നീ ഓരോന്നിനും അങ്ങോട്ട് കാണിച്ചു തന്നെ. പിന്നെ ഇതാണ് സംഭവം. എവിടെ? ഇതാണല്ലേ കോബ്ര. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? അതിൻ്റെ ആ വാലാണോ ഒരു വെറൈറ്റീസ് തന്നെ? ഇതെന്താണ് റെഡ് കളറാണുള്ളത്? ഹാഫ് റെഡാ? ഇതിൻ്റെ തന്നെ അപ്പോൾ ഫുൾ റെഡും വരുന്നുണ്ടല്ലേ? ഫുൾ റെഡ് വരുന്നുണ്ട്. ഇതൊരു ഹാഫ് റെഡ് ആണല്ലേ. നെക്സ്റ്റ് ഇതാ, നല്ലൊരു ഗോൾഡൻ കളറാണല്ലോ. ഫുൾ കൊള്ളാലോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ കയ്യിലേക്ക് എടുത്ത് തന്നെ നല്ല ഭംഗിയായിരിക്കുമല്ലോ. എവിടെ പറഞ്ഞതിനൊന്ന് കാണിച്ച്. ഇത് ഫുൾ ഗോൾഡാ? ഫുൾ ഗോൾഡ്. ഇത് ഫുള്ളാട്ടോ. ഇതൊരു പേര് എനിക്ക് വേണം കേട്ടോ. ഇതിലൊരു പേര് ഞാൻ പൊക്കുന്നുണ്ട്. ഇതെന്താണിത്? ഇത് ബിഗ് ഗിയർ. ഇതിൻ്റെ ഇയർ ഇറങ്ങി വന്നുള്ളൂ. ഇത് അത്ര ആയിട്ടില്ല അല്ലേ? ചെറുതാണല്ലേ? ഇയറും മറ്റേ ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കുമോ? ഇയറും വരുന്നത് ഷെയ്ഡായിരിക്കും, ബ്ലൂ ഷെയ്ഡ്. ഇതും റെഡ് തന്നെയാണല്ലോ. ആൽബിനോ ഫുൾ റെഡ്. അത് മെയിലല്ലേ? അത് ഒരു ജൂനിയർ സൈസ് ആയിട്ടുള്ളൂ. ആയി വന്നുള്ളൂ. ഇതിന്റെ വാലൊക്കെ ശരിക്കും അത്യാവശ്യം വലുതാവും. ഇതിപ്പോ ചെറുതാണല്ലേ? ഒരു ജൂനിയർ സൈസ് ആയിട്ടുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ഇതെന്താണ്? ബ്ലാക്ക് ആണ്? ഇത് മെറ്റൽ ബ്ലാക്ക് എന്ന് പറയും. ഫുൾ ബ്ലാക്ക് അല്ല അല്ലേ? അതിലെന്തോ ഡിസൈനൊക്കെ കാണുന്നുണ്ടല്ലോ. ബോഡിയിലൊരു സ്നേക്കിന്റെ ചെറിയൊരു ഒരു മെയിലിനെ പിടിച്ച് അതിൻ്റെ എന്തോ ഒരു ഷെയ്ഡൊക്കെ കാണുന്നുണ്ടായില്ല. ഒരു ഡിസൈൻ പോലെ കാണുന്നുണ്ടല്ലോ. എല്ലാം ബോഡിയിലായിട്ട് വേറൊരു ഷെയ്ഡ് കയറും. ഫുൾ ബ്ലാക്ക് ആയിട്ടല്ലായിരിക്കും. അതെ. അത് കൊള്ളാം, ഒരു വെറൈറ്റി ആണ്. പിന്നെ ഏതാണ് നെക്സ്റ്റ് വരുന്നത്? ഇത് ഫുൾ ബ്ലാക്ക് ആണോ? ഇവൻ ഈ ഐറ്റമാണ് നമ്മുടെ വീട്ടിൽ കിടക്കുന്നത്.
നീ എനിക്ക് തന്ന ഫസ്റ്റ് ഈ ഐറ്റത്തിനാണല്ലേ അങ്ങനെ കാണിച്ചു ആ മെയിലിന്. ഓക്കെ ഫുൾ ബ്ലാക്ക് ആണല്ലേ. പക്ഷെ അവൻ ആ ഒരു വാലൊക്കെ നല്ല ഒരു വിടർത്തിയാണ് നടക്കുന്നത്. കൊള്ളാതെ. ഇനി ഇതിലൊക്കെ എന്താണ് ലോക്കലാണോ? ആ ഇത് ലോക്കലാണല്ലേ. ഇതിലൊക്കെ ഉണ്ടോ? ഇതിലുണ്ടല്ലോ. ഇതെന്താണ്? എല്ലാം പല പല കളറായിട്ട് ഫുൾ റെഡ് കോബ്ര. ഇത് ഈ ലോക്കൽ തന്നെയാണോ? ലോക്കലല്ല, മറ്റേത് തന്നെ. കോബ്രകള് യെല്ലോ റെഡ് അങ്ങനെ മിക്സ് ആയിട്ട് വരൂലേ? ആ മിക്കതിന്റെയും പല കളറാണ് വാലക്ക. ഒരെണ്ണത്തിന്റെ റെഡ്, ഒരെണ്ണത്തിന്റെ ബ്ലാക്ക്. കോബ്ര യെല്ലോ കോബ്ര എല്ലാം കൂടി മിക്സ് ആയിട്ടാണ്. പിന്നെ അപ്പുറത്തെ എന്താണ്? ഇത് അത് വൈറ്റെക്സിന്റെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളാണോ? വൈറ്റെക്സിന്റെ അല്ലേ? പൊടികളെ കാണുന്നുണ്ടോ നിങ്ങക്ക്? ചെറിയ പൊടികൾ. പിന്നെ വൈറ്റെക്സിന്റെ പിന്നെ വേറെ കുറച്ച് വെറൈറ്റീസും കൂടി ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ. ഇതല്ലാണ്ട് ഇത് ചെറിയ പൊടികളാണ്. ഇത് ഏതിന്റെ കുഞ്ഞാണ്? ഇന്നലെ ഇറങ്ങിയ വൈറ്റെക്സിന്റെ കുഞ്ഞുങ്ങളാണ്. ഇന്നലെ ബ്രീഡായുള്ളൂ. വൈറ്റെക്സിന്റെ തന്നെ കുഞ്ഞുങ്ങളാണല്ലേ. പിന്നെ ഇതോ? ഫുൾ ബ്ലാക്കിന്റെ കുഞ്ഞുങ്ങളാണല്ലേ. ചില ഇത് കുറച്ച് വലുതായിട്ടുണ്ടല്ലോ ഇതില്. പിന്നെ ഇതേതിന്റെ? കോബ്ര. കോബ്രന്റെ കുഞ്ഞുങ്ങളാണ്. സെയിലിനുള്ളതിന്റെ ആയിട്ടുണ്ടോ ഇതില് കുഞ്ഞുങ്ങള്? ആയി വന്നുള്ളൂ അല്ലേ? വൈറ്റെക്സ് ഉണ്ടോ? ബ്ലാക്ക് കോബ്ര അതൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ സെയിൽ ചെയ്യാനുള്ള ആവും. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ അല്ലേ? ഒരു മാസത്തിനുള്ളിൽ സെയിലുള്ള ആവൂലേ? നമുക്ക് വൈറ്റെക്സ് കാണാം. ആ അവിടെയല്ലേ വൈറ്റെക്സ് ഉള്ളത്. ഇവൻ്റെ കയ്യിൽ അപ്പോൾ അധികം ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു തുടക്കക്കാരനാണ്. എന്നാലും അത്യാവശ്യം സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ കയ്യിൽ സെയിലിനുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്ക് എൻ്റെ നമ്പർ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി സെയിലാകുമ്പോഴത്തേക്കും. പിന്നെ അവൻ വൈറ്റെക്സ് അവിടെ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ആഹാ ഇതല്ലാണ്ട് പുറത്തുണ്ടല്ലേ? ഇതെവിടെ സെറ്റ് ചെയ്തേക്കുന്നത്? ആ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടല്ലോ. കുളത്തിലുണ്ടാടാ? കുളത്തിൽ സാധാ കട്ടീസും പിന്നെ നോർമൽ ചെയ്തിട്ടുണ്ടല്ലേ കുളത്തിൽ? നോർമലും അതും കാണിച്ചു കൊടുക്കാം. ആ ഇത് കൊള്ളാല്ലേ. ഇത് എന്താണ്? ഇത് വൈറ്റെക്സ് ആണ്. അതീമേലിനെ പിടിച്ച് ഇത് കൊള്ളാല. ഇതൊരു കണ്ടതിൽ വെച്ച് എനിക്കൊരു നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിട്ടാ. ഇത് വൈറ്റെക്സ് അല്ലേ? ഇതാണ് നേരത്തെ. ഇതിന്റെ കുഞ്ഞുങ്ങളാണ് അവിടെ ഇട്ടേക്കണത്. കുഞ്ഞുങ്ങളാണ് ഇറങ്ങിയത്. ഇതിലപ്പോ ബ്രീഡ് ആയിട്ടില്ലേ? ആ ഇതിലുണ്ടല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇത് കൊള്ളാട്ടെ. ഇതിന്റെ ഒരു ബ്രീഡ് എനിക്ക് വേണം കേട്ടോ. അപ്പുറത്തേലും ഏതാണ്? അപ്പുറത്തേലും അതൊക്കെ തന്നെ വൈറ്റെക്സ് തന്നെയാണ് പിന്നെ ഉള്ളത്. എല്ലാം ടാങ്കാണ്. ഇതൊറ്റ ടാങ്കാണ്. ഇതിങ്ങനെ അതെ അതിന്റെ അടിയിൽ കൂടെ മിക്സ് ആക്കിയിട്ടല്ലേ ഇത്? ഈ ഓർമ്മത്തിൽ തന്നെയല്ലേ ഇതിലിട്ടേക്കണ? എല്ലാം കൂടുതലായിട്ട് ബ്രീഡാണ്. ഐറ്റം ആയിട്ട് ഇങ്ങനെ. ഇതെങ്ങനെയാണ് ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇത്. ഇതിന്റെ റേറ്റ് വരുന്നത് എങ്ങനെയാടാ? റേറ്റ് 200, 250. പെയറാണോ? പെയറായിട്ട് 250 ഒക്കെ വരും ഈ വൈറ്റെക്സിന്. മറ്റേ ഓരോ ക്വാളിറ്റി അനുസരിച്ചാണ്. നമുക്ക് ബോഡി അതിന്റെ വാലിലൊക്കെ ചെറിയ ബ്ലാക്ക് ഡോട്ട് അങ്ങനെ പല പല കളർ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറയും. ഓ അതിനനുസരിച്ചാണ്. ബാക്കിയുള്ളതിനൊക്കെ ഒരു 150 റേഞ്ചിലൊക്കെ വരുന്നത് ഏതാണ് ബ്രീഡിംഗ് പെയർ? വരുമ്പോ മിക്സഡ് ഗപ്പീസിനൊക്കെ ആ റേറ്റ് വരും. ആ റേറ്റ് വരുന്നത്. പിന്നെ ആ ഫുൾ ബ്ലാക്ക് പിന്നെ മെറ്റൽ ബ്ലാക്ക് അതിനൊക്കെ എന്താണ് റേറ്റ് വരുന്നത്? ബ്ലാക്കിനൊക്കെ 200 ആ റേഞ്ച് വരും. ആൽബിനോയോ? ക്വാളിറ്റി ഉള്ള ആൽബിനോ 200. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണല്ലേ നമ്മുടെ കുളം. കുളത്തിലുണ്ടല്ലോ അത്യാവശ്യം ഗപ്പീസ്. ഇതെല്ലാം മിക്സഡ് ആക്കിയിട്ടേക്കണേന്. നമ്മുടെ ഫുൾ റെഡും ബ്ലാക്കും എല്ലാത്തിനെയും കൂടി മിക്സഡ് ആക്കിയിട്ടേക്കണേന്. ആ അതിൻ്റെ ഒരു വെറൈറ്റി കളർ പോകുന്നുണ്ടല്ലോ. കിട്ടിയതിനാ വൈറ്റെക്സിലോ? ഇത് വൈറ്റെക്സ്. നീ ഇതിലും എല്ലാത്തിനെയും മിക്സ് ആക്കിയിട്ട് എല്ലാത്തിനും കൂടെ മിക്സ് ചെയ്തിട്ടേക്കണം. എവിടെ അതെ കിടക്കണം. ഇത് മിക്സ് ആയിട്ട് ഇങ്ങനെ ക്ലോസ് ആവൂലേ? കുഴപ്പമില്ല. ഇല്ല പല പല പാറ്റേണുള്ള നമുക്ക് ഗപ്പികളൊക്കെ കിട്ടും. ഓ അതിന് വേണ്ടിയിട്ടല്ലേ?
എന്നാലും ആ നല്ല ക്വാളിറ്റി ഉള്ളതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇനി ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ മിക്സ് ആക്കി ഇട്ടേക്കണം. ഇതിൽ തന്നെ അതേ ഒരു ഗോൾഡ് ഒക്കെ പോകുന്നുണ്ട്. ഒരു ഗോൾഡ് പോകുന്നുണ്ട്. ഇതൊരു പരീക്ഷണമല്ലേ? പക്ഷെ കൊള്ളാം. എന്തായാലും നല്ല രീതിയിൽ ഇത് ബ്രീഡാവും ഈ ഒരു കുളത്തിലായതുകൊണ്ട്. പിന്നെ ക്വാളിറ്റി നോക്കി വന്നവർക്കാണെങ്കിലും അതിൽ നിന്ന് കൊടുക്കാലോ, അതിലുണ്ടല്ലോ. അതാ അപ്പൊ സഞ്ജു, ഇതിന് എന്തൊക്കെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്? സാധാ ഫുഡൊന്നും നമ്മ മുമ്പ് ഗപ്പിനെ വളർത്തുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ നോക്കിയാലല്ലേ ഇതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ, പ്രോഫിറ്റ് കിട്ടുള്ളൂ. ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം. എന്താണ് ക്വാളിറ്റി എന്നുള്ള ഫുഡ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കൊടുക്കണ ഒരു കുഞ്ഞുങ്ങൾക്ക് നമ്മ ബ്രീഡായ അന്ന് തൊട്ട് ഒരു 15 ദിവസം കൂടി 20 ദിവസം അത്രത്തോളം നമ്മുടെ ആർട്ടിമിയ ഹാച്ച് ചെയ്ത് കൊടുക്കലാണ് ഇവിടെ. ആർട്ടിമിയ അല്ലേ? അത് ഷോപ്പിൽ വാങ്ങാൻ കിട്ടൂലേ? ആർട്ടിമിയ വാങ്ങാൻ കിട്ടും. ഇന്ത്യൻ ആർട്ടിമിയ. അതെങ്ങനെ ഹാച്ചിങ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇന്ത്യൻ ആർട്ടിമിയ ഉണ്ട്, നമ്മുടെ OSC ഉണ്ട്. വില വ്യത്യാസമുണ്ട്. OSC എന്ന് പറയുമ്പോൾ നമുക്കൊരു ദിവസത്തിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാച്ചായി കിട്ടണം. ഹാച്ചായി കിട്ടും. ഇതെങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടൂല? ഇതിങ്ങനെ ഹാച്ചിങ്ങിന്റെ അതിന്റെ പ്രോസസ് ഒക്കെ എല്ലാം യൂട്യൂബിലുണ്ടല്ലേ? വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഈ ആർട്ടിമിയ ഹാച്ച് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ആയിട്ട് ഹാച്ചിങ്ങിനെ ചെയ്യുന്നതാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്നുണ്ട് ആർട്ടിമിയൻ്റെ ഹാച്ചിങ്. പിന്നെ എന്താണ് ഇതിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ്? ഇവിടെ കൊടുക്കണം മൊയിന. കൂടുതലും മൊയിന ഒരു നേരത്തേക്ക് മൊയിന കൊടുക്കും. പിന്നെ മൊയിന ഒരിക്കലും ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അളവുണ്ട്. മൊയിന വലുതായിട്ട് കൂടിയാലും പ്രശ്നമൊന്നുമില്ല. അത് പെട്ടെന്ന് ചത്തു പോകുന്നതല്ല. ആർട്ടിമിയ നോക്കിയാൽ ചത്തു പോകും. പെട്ടെന്ന് ചത്തു പോകില്ല. ആണല്ലേ? ഒരു ദിവസത്തോളൊക്കെ ഇതൊക്കെ നല്ല ഫുഡാണല്ലേ? ലൈഫ് ഫുഡാണല്ലേ? ഇത് കൊടുക്കണേ കുറച്ചും കൂടി നിങ്ങൾക്ക് ബെറ്റർ അല്ലേ? അതിന്റെ ഒരു കളറും ആ ഒരു ക്വാളിറ്റി ഒക്കെ വരാനായിട്ട്. പിന്നെ അങ്ങനത്തെ ലൈഫ് ഫുഡ് കൊടുക്കണായിരിക്കും നല്ലത് തുടക്കക്കാർക്കാണെങ്കിലും. അതല്ലാണ്ട് നമ്മൾ സാധാരണ ഈ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ഗപ്പിറ്റൊക്കെ കൊടുത്താലും അത്ര ഒരു ക്വാളിറ്റി കിട്ടണമെന്നില്ല. പിന്നെ ആർട്ടിമിയ ഫ്ലേക്സ് അങ്ങനത്തെ. പിന്നെ ഗപ്പി ബൈറ്റ് നമ്മ മറ്റേ ഇതായിട്ട് കൊടുക്കാറുണ്ട്. മറ്റേ പൊടിച്ചിട്ട് കൊടുക്കും. പൊടിച്ചിട്ടല്ല നമ്മ എങ്ങനെയാണ്? സ്പൈറലിന പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. മറ്റേ മുരിങ്ങയില നമുക്ക് ഉണക്കി ഒരാഴ്ചത്തോളം വെയിലത്തല്ല, ഒരു ഇളം വെയിലത്ത് വെച്ച് ഉണക്കി അത് പൊടിച്ച് ഒരു പൊടിയുടെ പരിവാക്കി എടുത്തിട്ട് അതും ഈ ഗപ്പി ബൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൊടുക്കണം. അപ്പം അതും കുറച്ച് നല്ല കളറൊക്കെ വരാനായിട്ട് ഐറ്റം മറ്റേ ഫുൾ ഗോൾഡ്, ഫുൾ വൈറ്റ് അതിൽ മാത്രം മാറ്റിയിട്ട് ബാക്കിയുള്ള റെഡ് കളർ കയറണതിനൊക്കെ ഈ ഫുഡ് കൊടുത്തതിന് നല്ല അത്യാവശ്യം നല്ല കളർ തന്നെ ഉണ്ടാവും. അപ്പോൾ നോക്കിക്കൊണ്ട് ചെയ്തതിന് അല്ലെങ്കിൽ വൈറ്റിന് തുടക്കക്കാരോട് പറയാൻ എന്താണ് സഞ്ജുനുള്ളത്? ഈ ഒരു ഇതില് തുടങ്ങുകയാണെങ്കിൽ നീ ഇത്ര ഒരു സെറ്റപ്പ് ഒക്കെ ആയാലും ഇപ്പൊ ജസ്റ്റ് ഒരു ആദ്യമായിട്ട് ഒരു 2 ഗപ്പിനെ വാങ്ങാൻ പോണവരോട് എന്താ പറയാ? ഏറ്റവും ബെറ്റർ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റ് എക്സിലോ എടുക്കണതാണ് നല്ലത്. വൈറ്റ് എക്സിലോ എടുക്കണ നല്ലതെന്നാണ് സഞ്ജു പറയുന്നത്. അതാകുമ്പോ നമുക്ക് പെട്ടെന്ന് ചത്തൂല. അതിന് കുറച്ചും കൂടി പ്രതിരോധശേഷിയൊക്കെ ഉള്ളതാണ്. പിന്നെ ബ്രീഡിങ്ങും പെട്ടെന്ന് നല്ലോണം ആവുന്നതാണ്. പിന്നെ ഫുൾ ബ്ലാക്ക് ഒക്കെ തുടങ്ങണതാണ് നല്ലത്. പിന്നെ ആൽവിനോലേക്ക് പെട്ടെന്ന് ആദ്യമേ തന്നെ കയറാണ്ടിരിക്കണമെന്നല്ല. അതിന് ആൽവിനോ റെഡ് കണ്ടതാണോ? അതിന് പ്രതിരോധശേഷി കുറവാണ് അപേക്ഷിച്ച് വെച്ച് നോക്കിയാണ്. സ്റ്റാർട്ടിങ് നമുക്ക് ഈ 2 ഐറ്റം വെച്ച് തുടങ്ങണേ നല്ലത്. വൈറ്റ് എക്സിലോ പിന്നെ ആദ്യം വേണമെങ്കിൽ ഒരു കുറച്ച് നാടന്മാരെ ലോക്കൽസിനെ വളർത്തിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പതുക്കെ ബ്രീഡ് ചെയ്ത് ലോക്കൽസ് വെറുതെ വെറ്റി പേരെക്കും. അപ്പൊ നമ്മ കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ സഞ്ജുവിന്റെ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ. കുറച്ച് വെറൈറ്റീസ് ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി വെറൈറ്റീസ് അവന് ഇനി ചെയ്യാനായിട്ട് താല്പര്യപ്പെടേണ്ട. അതിലോട്ടുള്ള കടമ്പകളിലാണ് ഈ ഫ്രിഡ്ജും ഇതൊക്കെ കിട്ടാനുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അവൻ അടുത്ത കുറച്ചും കൂടി സെറ്റപ്പിലോട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വന്ന് നല്ല വെറൈറ്റീസിനെ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് രേഖപ്പെടുത്തുക കമൻറ്റിൽ. എന്താണെങ്കിലും നല്ല സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക. ഓക്കെ.